മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നതിനിടെ CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നു. പാർട്ടി ഔദ്യോഗികമായി ഇതുവരെ വിഷയത്തോട് പ്രതികരിച്ചിട്ടില്ല. യോഗത്തിന് ശേഷം പാർട്ടി പ്രതികരണം ഉണ്ടായേക്കും. അതിനിടെ CPIMന്റെ ക്രിമിനൽ ബന്ധത്തിനെതിരെ കണ്ണൂരിൽ DCCയുടെ നേതൃത്വത്തിൽ ജനകീയ സദസ്സ് ആരംഭിച്ചു. ആലപ്പുഴയിലെ CPIM ജില്ലാ കമ്മിറ്റി യോഗവും പുരോഗമിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയർന്നത്. ഇക്കാര്യവും ഇന്ന് ചർച്ചയായേക്കും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് നിഖിൽ എയും ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവും ചേരുകയാണ്. ആദ്യം കണ്ണൂരിലേക്ക് പോയാൽ നിഖിൽ, മനു തോമസിന്റെ ആരോപണം വലിയ തോതിൽ കേരളം വലിയ വിവാദമായി തന്നെ ചർച്ച ചെയ്യുന്ന സാഹചര്യത്തിൽ കണ്ണൂർ CPMനകത്ത് ഈ വിഷയത്തിലുള്ള ഒരു പൊതു നിലപാട് എന്താണ്? P. ജയരാജനെ പോലുള്ളവർ ആദ്യം തന്നെ ഇതിനെതിരെ ഫേസ്ബുക്കിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിനോടൊക്കെയുള്ള മറ്റ് നേതാക്കന്മാരുടെ സമീപനം, ഒപ്പം കണ്ണൂർ CPMനകത്തെ പൊതുവികാരം എന്താണ് ഈ വിഷയത്തിൽ? ലക്ഷ്മി പത്മ, ഏതായാലും മനു തോമസ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചതിന് ശേഷമുള്ള CPMന്റെ ആദ്യത്തെ യോഗം എന്ന പ്രത്യേകത തന്നെയാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിനുള്ളത്. ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ CPIM എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളത് ഏറെ കൗതുകമുള്ള കാര്യമാണ്. ഇതുവരെയും CPIM ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് ഔദ്യോഗികമായി തയ്യാറായിട്ടില്ല. P. ജയരാജൻ ഫേസ്ബുക്കിലൂടെ നടത്തിയ പ്രതികരണം മാത്രമാണ് ഈ വിഷയത്തിൽ എടുത്തു പറയാനുള്ളത്. അതാണെങ്കിൽ അത് വ്യക്തിപരമായ പ്രതികരണം എന്ന രീതിയിലാണ് CPIM ഇതുവരെയും അതിനെ വിലയിരുത്തുന്നത് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നൊരു പക്ഷേ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം ജില്ലാ സെക്രട്ടറി MP ജയരാജൻ്റെ ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു പത്രക്കുറിപ്പോ ആണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ എന്ത് തരത്തിലുള്ള ഒരു മറുപടിയാണ് ഈ ആരോപണങ്ങൾക്ക് CPIM നൽകാൻ പോകുന്നത് എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ P. ജയരാജൻ ഫേസ്ബുക്കിലൂടെ നടത്തിയ പരാമർശം അനുചിതമായി എന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പാർട്ടി ഒരുപക്ഷെ അത് വ്യക്തിപരമായി P. ജയരാജനുള്ള ഒരു അഭിപ്രായ പ്രകടനം അല്ലെങ്കിൽ വ്യക്തിപരമായി P. ജയരാജനെ ആക്രമിക്കുന്ന രീതിയിലുള്ള ഒരു പ്രതികരണം എന്ന രീതിയിൽ മനു തോമസിന്റെ പ്രതികരണത്തോടുള്ള പാർട്ടിയുടെ ഒരു വിശദീകരണം എന്ന രീതിയിൽ നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനപ്പുറത്തേക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പാർട്ടി പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ലക്ഷ്മി പത്മ സൂചിപ്പിച്ചതുപോലെ ഇത് P. ജയരാജനെതിരെ ഒരു വികാരം CPMനകത്തെ ഒരു വിഭാഗം നേതാക്കളിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് P. ജയരാജൻ തന്നെ പ്രതിരോധിക്കട്ടെ എന്നൊരു നിലപാടിലേക്ക് ഒരുപക്ഷെ ഒരു വിഭാഗം നേതാക്കൾ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടെ നിലപാടെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഔദ്യോഗികമായി ഈ കാര്യത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ളൊരു മറുപടി CPIMൽ നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത കാണുന്നില്ല. പാർട്ടി എങ്ങും തൊടാത്ത രീതിയിലുള്ള ഒരു വിശദീകരണം എന്ന രീതിയിലേക്ക് മാത്രം ഇതിനെ ഒതുക്കാനുള്ള ഒരു സാധ്യതയാണുള്ളത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും പ്രതികരണത്തിന് CPIM തയ്യാറാകുമോ എന്നുള്ളത് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷമായിരിക്കും നമുക്ക് പറയാനാവുക. ഏതായാലും ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ അദ്ദേഹം ഇറക്കുന്ന ഒരു പത്രക്കുറിപ്പോ ആണ് ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനൊപ്പം തന്നെയാണ് CPIM നേതാക്കളുടെ ഈ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധത്തിനെതിരെ വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പ്രതിരോധം തീർക്കാൻ കോൺഗ്രസ് രംഗത്ത് വരുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇതിൻ്റെ തുടക്കം എന്ന രീതിയിലാണ് ഇന്നിപ്പോൾ കണ്ണൂർ കളക്ടറേറ്റിന് മുന്നിൽ ഒരു ജനകീയ സദസ്സ് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിക്കുന്നത്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA തുടങ്ങിയവരെല്ലാം ഇപ്പോൾ ഈ ഒരു ജനകീയ സദസ്സിൽ സംസാരിച്ചു കഴിഞ്ഞു. CPIM നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനം തന്നെയാണ് ഈ പ്രസംഗങ്ങളിൽ ഉടനീളം അവർ നടത്തുന്നത്. അവരുടെ പ്രചാരണം, അവരുടെ ഈ രംഗത്തെ ആയുധമായി ഇപ്പോൾ മാറിയിരിക്കുന്നത് മനു തോമസ് നടത്തിയ വെളിപ്പെടുത്തലും മനു തോമസിൻ്റെ പ്രതികരണങ്ങളും തന്നെയാണ്. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് CPIMനെതിരെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളിലേക്ക് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. അത്തരത്തിലാണ് അവർ ഈ ഒരു ജനകീയ സദസ്സിലൂടെ ഒരു രാഷ്ട്രീയ പ്രതിരോധം CPIMനെതിരെ തുടങ്ങി വയ്ക്കുന്നതും. ഏതായാലും ഇത് വലിയ വിഷയമായി തന്നെ ഉയർത്തിക്കൊണ്ടുവരാൻ അവർ തീരുമാനിച്ചു. ഇന്നലെ നിയമസഭയിൽ ഈ വിഷയം ഉയർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വീണ്ടും ശക്തമായ രീതിയിൽ തന്നെ മനു തോമസിൻ്റെ ആരോപണങ്ങൾ മുൻനിർത്തി നേരത്തെ തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന രീതിയിലുള്ള ഒരു പ്രചാരണത്തിലേക്ക് തന്നെയാണ് കണ്ണൂരിൽ ഇപ്പോൾ കോൺഗ്രസ് കടന്നിരിക്കുന്നത്. അതിൽ P. ജയരാജനെ വ്യക്തിപരമായി പരാമർശിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്കൊപ്പം തന്നെ CPIMന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെയും ഈ വിഷയങ്ങളിൽ CPIM ജില്ലാ നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടിനെതിരെയും എല്ലാം തന്നെ പ്രതികരണങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വരുന്നുമുണ്ട്. ലക്ഷ്മി പത്മ, മനു തോമസിന്റെ ആരോപണങ്ങളോട് കണ്ണൂരിൽ പാർട്ടി എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യം തന്നെയാണ് എല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. നിഖിലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ആലപ്പുഴയിൽ നിന്ന് മനീഷ് തുടരുന്നു നമുക്കൊപ്പം. മനീഷ്, ഈ
ആലപ്പുഴയിൽ സീറ്റ് കൈവിട്ടു പോകുന്ന അവസ്ഥ, ആരിഫ് തോൽക്കുന്ന അവസ്ഥ, അതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഇന്ന് ചർച്ചയാകുമോ? ഒപ്പം കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഉയർന്നത് അതിരൂക്ഷമായ വിമർശനങ്ങളുമായിരുന്നു. അതിലേക്ക് കൂടി ലക്ഷ്മിയപ്പ, തീർച്ചയായും സെക്രട്ടേറിയറ്റിൽ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കപ്പെട്ടതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പാർട്ടി സെക്രട്ടറിയുടെ അഭിപ്രായത്തെ തള്ളിക്കൊണ്ടാണ് ഇന്നലെ സെക്രട്ടേറിയറ്റിൽ ചർച്ച പുരോഗമിച്ചത്. ഇതിൽ പ്രധാനമായിട്ടുമുള്ളത് വെള്ളാപ്പള്ളി നടേശനെതിരെ പാർട്ടി സെക്രട്ടറിയായിട്ടുള്ള എം വി ഗോവിന്ദൻ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഇതിനെല്ലാം തന്നെ ഒറ്റക്കെട്ടായിട്ട് സെക്രട്ടേറിയറ്റ് എതിർക്കുന്നൊരു സംഭവമാണ് ഇന്നലെ ഉണ്ടായത്. പ്രത്യേകിച്ചും പാർട്ടി വിട്ട് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനോടൊപ്പം തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ എപ്പോഴും പാർട്ടിക്ക് അനുകൂലം തന്നെയാണ്. ഈ വോട്ടുകൾ ചോർന്നു എന്ന് പറയുമ്പോഴും മലബാർ സൈഡിലടക്കം പാർട്ടിക്ക് പ്രധാനപ്പെട്ട വോട്ടുകൾ നഷ്ടമായിട്ടുണ്ട്. ഇതിനൊന്നും കാരണം വെള്ളാപ്പള്ളി നടേശനല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പഴി ചേർന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് ഇന്നലെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയിരുന്നു. അതിനോടൊപ്പം തന്നെ സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വം ആലപ്പുഴയിൽ പാളി എന്നുള്ളതായിരുന്നു. ഇതിൽ പ്രധാനമായും സെക്രട്ടേറിയറ്റ് മുന്നോട്ട് വെച്ചത് ഇവിടെ മത്സരിക്കേണ്ടിയിരുന്നത് തോമസ് ഐസക്കായിരുന്നു. തോമസ് ഐസക്കായിരുന്നുവെങ്കിൽ കുറേ കൂടി മികച്ചൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പാർട്ടിക്ക് സാധിക്കുമായിരുന്നു. നേരെ മറിച്ച് ആരിഫിനെ സ്ഥാനാർത്ഥിയാക്കിയതോടുകൂടി തന്നെ പാർട്ടി പരാജയം ഉറപ്പിച്ചു എന്നുള്ളതാണ് ഇന്നലെ ഉണ്ടായ പ്രധാനമായ വിമർശനം. ഇതിൽ കെ സി വേണുഗോപാൽ അല്ലായിരുന്നു UDFിൻ്റെ സ്ഥാനാർത്ഥിയെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ഒന്നാമത് വിജയിക്കുന്നൊരു സാഹചര്യവും അതുപോലെ തന്നെ ആരിഫ് മൂന്നാമതേക്ക് പിന്തള്ളപ്പെടുന്നൊരു സാഹചര്യവും ജില്ലയിൽ ഉണ്ടാകുമായിരുന്നു എന്നുള്ളൊരു പ്രധാന വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. പിന്നെ ഉണ്ടായ ഒരു പ്രധാന ചർച്ചയെന്ന് പറയുന്നത് പാർട്ടി തൊഴിലാളികളിൽ നിന്നടക്കം അകന്നു എന്നുള്ളതൊരു ഒരു പ്രധാന കാര്യമാണ്. അതായത് കയർ മേഖല, മത്സ്യത്തൊഴിലാളികളടക്കമുള്ള എല്ലാ തൊഴിൽ മേഖലയിൽ നിന്നും പാർട്ടി അകലുകയാണ്. തൊഴിലാളികളിൽ നിന്ന് അകലുന്നത് കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുവരണമെന്നും ഉള്ള ചർച്ചകളുണ്ടായിരുന്നു. ഇന്നലെ മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, സെക്രട്ടേറിയറ്റിലെ കാര്യമായ രീതിയിൽ ജി സുധാകരന് വിമർശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ജില്ലാ കമ്മിറ്റി കൂടുമ്പോൾ അത്തരത്തിലായിരിക്കില്ല സാഹചര്യമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ജില്ലാ നേതൃത്വത്തിനെതിരെയൊക്കെയുള്ള വിമർശനങ്ങൾ സെക്രട്ടേറിയറ്റിൽ ചർച്ചയായാൽ അത് താങ്കൾക്കും ക്ഷീണമാകുമെന്നുള്ളതുകൊണ്ടാവാം ഇന്നലെ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കാൻ. പക്ഷേ ഇന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ തീർച്ചയായും അതും വലിയൊരു ചർച്ചയാവാനുള്ള കാരണമാണ്. പ്രത്യേകിച്ചും നരേന്ദ്രമോദി അടക്കമുള്ളവരെ പറ്റി സുധാകരൻ നടത്തിയ പരാമർശങ്ങൾ പ്രവർത്തകർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു വിരോധം സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളും ഇന്ന് പുരോഗമിക്കും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ആരിഫിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ആരിഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോലും പോകപ്പെടുമായിരുന്നു കെ സി വേണുഗോപാൽ അല്ലായിരുന്നെങ്കിൽ അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ചർച്ച പുരോഗമിക്കാനും ഒപ്പം സംസ്ഥാന കമ്മിറ്റിക്കെതിരെയുള്ള സംസ്ഥാന നേതൃത്വത്തിൻ്റെ പല തീരുമാനങ്ങൾക്കെതിരെയുള്ള രൂക്ഷ വിമർശനം, അതുപോലെ തന്നെ മന്ത്രിമാർക്കെതിരെ, അതായത് ജനങ്ങളോടുമായി അടുത്ത് നിൽക്കുന്ന എല്ലാ മന്ത്രിമാരും, അതായത് ജനങ്ങളോടുമായി അടുത്ത് നിൽക്കുന്ന വിഭാഗങ്ങൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരെ സംബന്ധിച്ചിടത്തോളം വലിയ വീഴ്ചകളുണ്ടായി. ഈ വീഴ്ചയാണ് സംസ്ഥാനത്തിലൊട്ടാകം പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടാകാൻ അടക്കമുള്ള കാര്യങ്ങൾ ഇന്നലെ ചർച്ചയായിരുന്നു. ഇതിൻ്റെ ഒരു പുരോഗതി ഇന്ന് ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലക്ഷ്മി പത്മ. ആലപ്പുഴയിൽ നിന്ന് മനീഷ് ഐഷ മാത്യുവാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.